ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സാധാരണ കറി വയ്ക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു പഴയകാല കറിയാണ് ഇത് ഉണക്ക തെരണ്ടി മീനാണ് കേട്ടോ. ഇത് വറക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ട് വാങ്ങിച്ചതാണ്. ഇതുണ്ടോ, ഇതൊക്കെ വറുത്തതിൻ്റെ ബാലൻസാണ്, നല്ല കഷ്ണങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്ന് ഉണക്കത്തെരണ്ടിയും തക്കാളിക്കയും കൂടെ കൂടി തേങ്ങ അരച്ച് കറി വെക്കാനാണ്. ഇത് തക്കാളിക്ക, പിന്നെ ഇതുണ്ടോ തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ തക്കാളിക്കയുടെ കൂടെ ഇതൊരു നല്ല പുളിയുള്ള മാങ്ങയാണ്, കടയിൽ നിന്ന് മേടിച്ച മാങ്ങയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതൊന്നുമല്ല, ഒരു മാങ്ങ. പിന്നെ പച്ചമുളക് കീറിയിടണം, കുറച്ച് കൊച്ചുള്ളി, ഇത്ര ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് എടുക്കുന്നുള്ളൂ അതിൽ നിന്ന്. ഇതിൻ്റെ പകുതി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. ഇതെല്ലാം അരയ്ക്കുക, തേങ്ങയുടെ കൂടെ എല്ലാം കൂടെ അരയ്ക്കണം. ഈ പച്ചമുളക് മാത്രം കീറിയിടും, ഇത് അരിഞ്ഞും ചേർക്കും. ബാക്കി ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് തേങ്ങായും ഒരല്പം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും കൂടെ കൂടി അരച്ച് ചേർത്ത് കടുക് വറുത്തെടുക്കുന്ന ഒരു ചാറുകറി ചോറുണ്ണാനായിട്ട്. അത് ചോറിന് മാത്രം കേട്ടോ, ചോറിന് കപ്പയ്ക്കൊക്കെ കൊള്ളാം, അല്ലാതെ അപ്പത്തിനും പൊറോട്ടയ്ക്കൊന്നും കൊള്ളുകയില്ല കേട്ടോ. ഇങ്ങനെ ചോറിന് മാത്രം, ചോറിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. ഇത് വെള്ളത്തിൽ ഇട്ട് കുറച്ച് ഉപ്പ് കളഞ്ഞാൽ മതി, കറിയാകാനുള്ളത് കൊണ്ട്. ഈ മീനിൻ്റെ ഉപ്പ് കുറച്ച് ഈ തക്കാളിക്ക് മാങ്ങയൊക്കെ വലിച്ചെടുത്തോളും. പിന്നെ അരപ്പ് ഇടുന്നുണ്ട്, നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കണ്ട. പിന്നെ വാങ്ങി വെച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ശകലം ചേർത്താൽ മതി. ഉപ്പ് മീനായതുകൊണ്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിയിട്ട് കളയണം. അതിനുശേഷം തക്കാളിക്കൊക്കെ അരിഞ്ഞ് അത് വെന്തതിന് പകുതി വേവ്, തക്കാളിക്ക് മാങ്ങയും പകുതി വേവാകുമ്പോൾ ഇതിട്ടാൽ മതി കേട്ടോ. ഉണക്കമീൻ അധികം വേവൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം വേവുകയും ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം റെഡി ആയിക്കൊണ്ട് വരാം. ഇതൊക്കെ വെള്ളത്തിൽ ഇടട്ടെ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം അരിഞ്ഞ് പെറുക്കി എടുത്തിട്ട് പിന്നെ എല്ലാം മിക്സ് ചെയ്ത് അടുപ്പ് വയ്ക്കാൻ നേരത്ത് കാണിക്കാം. അതുവരെ ഞാൻ മീനൊന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ. മീൻ തൊലിയൊക്കെ പൊളിക്കണം, ദശ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ പുറമേ ഇരിക്കുന്ന തൊലി കളയണം, ഈ എല്ലും മാറ്റണം. എന്നിട്ട് ദശ മാത്രം എടുത്ത് നമുക്ക് തക്കാളിക്കയും കൂടെ കൂടി കറി വെച്ച് കാണിക്കാം. അപ്പോൾ നമുക്കിതിനെ തീ കൊടുക്കാം. ഈ ഓണാക്കാതെയാണോ തീ കത്തിച്ചു കേട്ടോ. ഇതുണ്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തക്കാളിക്ക് അരിഞ്ഞിട്ടു, ഒരു നല്ല പുളിയുള്ള ഒരു മാങ്ങ അരിഞ്ഞിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു കേട്ടോ. ഇത്ര സാധനം ഇത് അരിഞ്ഞിട്ടു. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് പയ്യെ ഒന്ന് വാടി വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കണം. ഈ 4-5 പ്രാവശ്യം കഴുകി പിന്നെ വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചേക്കുവാണ് മീൻ. നമുക്ക് അതിനകത്തേക്ക് അത് കഴിഞ്ഞ് മീൻ ഇട്ട് കൊടുക്കണം. മീൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും മീനും തക്കാളിയും മാങ്ങയും പച്ചമുളകും എല്ലാം വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പിടണം. ഇത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 കഷ്ണം വെളുത്തുള്ളി, 5 ഒരു 5-6 കൊച്ചുള്ളി ഉണ്ട്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, തേങ്ങ. ഇത്രയും പച്ചമുളക് അതിനകത്ത് ഇട്ടത് കൊണ്ടാണ് കാശ്മീരി മുളക് പൊടി കുറച്ചെടുത്തേക്കുന്നത്. ഇത് മതിയാവും. അപ്പോൾ ഇതിനി നന്നായിട്ട് വേഗത്തിൽ തീ കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ഒഴിക്കണം. ഇത് നന്നായിട്ട് മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരഞ്ഞു വന്ന ഇതുണ്ടല്ലോ. ഒരു തേങ്ങയിൽ ഇതുണ്ടോ 1 മുറിയോളം ചിരണ്ടി, ഈ ഒരു മുറി അപ്പടിയും ചിരണ്ടി എടുത്തു. ഇതിൽ നിന്ന് ഒരു കുറച്ചും കൂടെ ചിരണ്ടി എടുത്തു. അത്രയും മതിയായിരുന്നു. അതുകൊണ്ട് ഇത്രയും അരപ്പുണ്ടാക്കി നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് മൂടി വെക്കട്ടെ. അപ്പോൾ തക്കാളിക്കയും മാങ്ങയും പച്ചമുളകും നന്നായിട്ട് കേട്ടോ. ഇവിടെ വെക്കാം, ചട്ടി പോവാവോ. അതുണ്ടോ, അതിലേക്ക് ഇനി നമുക്ക് ഈ മീൻ തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേ, ഇടാൻ വേണ്ടിയിട്ട് മീനിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങ് വെന്തലിഞ്ഞു പോയില്ല, ഒരു അരഭാഗം വേവ്. ഇനി മീനും കൂടെ ഇട്ട് മീനും വെന്ത് ബാക്കി തക്കാളിക്ക് മാങ്ങി നന്നായിട്ട് വെന്ത് വരുമ്പോൾ പരുവത്തിനുള്ള വേവാകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതും ഇട്ട് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് വെക്കണം. ഈ തക്കാളിക്ക് ഉണ്ട് പുളിക്ക്, മാങ്ങയും പുളിക്കുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ. ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കുറുകി വരുമ്പോഴത്തേനും മീനും വേകും, തക്കാളിക്കയും വേകും, എല്ലാം വേകും. അത് കഴിഞ്ഞ് വെന്ത് നന്നായിട്ട് കുറുകി പരുവത്തിന് വരുമ്പോൾ നമുക്ക് കടുക് വറുത്തൊഴിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ. എന്നിട്ട് തീ കൊടുക്കാം. അത് കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കായും മീനും ചാറുകറി റെഡിയായി കേട്ടോ. നല്ല കുറുങ്ങനെയുള്ള ചാറാണേ. ഇതുണ്ടോ, കുറുങ്ങനെയുള്ള ചാറ് പച്ചമുളകൊക്കെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഒരല്പം കടുക് വറുത്തും കൂടി ഒഴിക്കണം.
ഇതിലേക്ക്. ഇത് ഇളക്കി നോർത്ത് കുഴപ്പമൊന്നുമില്ല. പച്ചമീൻ ഇളക്കും പോലെ ഇത് ഇളക്കി നോർത്ത് ഇതിനകത്തൊന്നും പൊടിഞ്ഞു പോകാനൊന്നുമില്ല കേട്ടോ. മാങ്ങയും തക്കാളിയും നന്നായിട്ട് വെന്തതാണേ. അപ്പം ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടേ ഇല്ല, ഉപ്പ് മീനായതുകൊണ്ട്. പരുവത്തിന് ഉപ്പ് ഉണ്ട്, ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്പം കടുക് വറുത്ത് ഒഴിക്കണം. അങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ തിലയൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാം. അപ്പോൾ അടുത്ത കറി വയ്ക്കാൻ വേണ്ടി ഗ്യാസ് കത്തിക്കുക കേട്ടോ. അടുത്ത ഒരു കറിയും കൂടെ ഉണ്ടാക്കണം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി ഇരുന്നതായിരുന്നു. നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഈ മീറ്റ് മസാലയുടെ പൊടി ഒരു സ്പൂണ് പൊടി ചേർത്ത് നമ്മളിത് മെഴുക്കുവരട്ടി വയ്ക്കുകയാണേ. കിഴങ്ങ് ഇതാണ് ഉരുളക്കിഴങ്ങ്. 4 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ സവോള, 2-3 വെളുത്തുള്ളി തൊണ്ട് പൊളിച്ച് കഷ്ണങ്ങളാക്കിയതാണ്, 3 പച്ചമുളക്, ഒരു 4-5 പയർ ബീൻസ്, ഇതും കൂടിയുണ്ട്. ഇത് ഇത്രയും സാധനമാണ് മെഴുക്കുവരട്ടിക്ക് വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടാണ് ചൂടായി കടുകും ഇട്ട് ഇതെല്ലാം വഴറ്റി ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റി വെന്ത് വരുമ്പം അല്പം മസാലപ്പൊടി ചേർത്ത് നമുക്കതിനെ മെഴുക്കുവരട്ടിയായിട്ട് എടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. പൊതിച്ചോറിനൊക്കെ കെട്ടാൻ പറ്റിയ നല്ല ഒരു കറിയാണ് കേട്ടോ. എണ്ണ ചൂടായി ഒന്ന് നോക്കാം. ഇല്ല, നന്നായിട്ട് ചൂടാവട്ടെ. നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കേട്ടോ. ഉണ്ടോ, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള. ഇത്ര ഇട്ട് കഴിഞ്ഞ് ഇത് നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് കിഴങ്ങും ബീൻസും ചേർക്കണം. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. പെട്ടെന്ന് വരണ്ട് വരണമില്ല സവാള, അതുകൊണ്ട്. മീൻകറി ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. മീൻകറിക്ക് അല്പം കടുക് വറുത്ത് കഴിക്കണം. അത് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ മെഴുക്കുവരട്ടി. കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ബീൻസിന് വെച്ച് കൊടുക്കാം. അതുപോലെ ചേർത്തിട്ടാണ്. എന്നാലും തേങ്ങ ചേർക്കുന്നില്ല ഇതിന്. ഒരു നുള്ളും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ല, രാത്രി ആയതുകൊണ്ട് കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. പച്ചക്കറികളൊന്നും കിട്ടിയ ഒരു ദിവസം പോലും കറിവേപ്പില ഇവിടെ ഇരിക്കില്ല. പെട്ടെന്ന് വാടിപ്പോവുക. ഫ്രിഡ്ജിൽ വെച്ചാൽ കറുത്ത് ചീഞ്ഞ് അങ്ങോട്ട് പോകും. പുറത്ത് വെച്ചിരുന്നാൽ ഉണങ്ങിപ്പോകും. അതുപോലെ കറിക്ക് ഇതുണ്ടോ. ഇനി ഒന്ന് നന്നായിട്ട് വേഗണം. എണ്ണ കിടന്ന് വഴണ്ട് വേഗണം. മൂടി വെക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഒരല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടി ചെന്നാലാണ് ഇതാണ് ഹൈലൈറ്റ്. ഇതിന് രുചി വരുള്ളൂ. ഈ കിഴങ്ങിന് രുചി കിട്ടണമെങ്കിൽ ഇത്തിരി ഒന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. കണ്ടോ, എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ വേഗണം. എണ്ണയിൽ വഴണ്ട് തന്നെ ഉണ്ടായാലേ അതിന് രുചി വരുള്ളൂ. എന്നിട്ട് മസാലകൾ ഇട്ട് കൊടുക്കണം. എന്തൊരു രുചിയെന്നറിയാം. ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കിയെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ.
കറിവേപ്പിലയുടെ ഒരു കുറവില്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇതിനകത്ത് ഇഞ്ചി ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇഞ്ചി ഇട്ടിട്ടില്ല. വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടില്ല. നല്ല മണം വരുന്നുണ്ട്. മസാലയുടെ മണം വരുന്നുണ്ട്. ചെറിയ തീരൊന്നും വേഗത്തില്ല. തീ ചെറുതാക്കി വെക്കാം. പുതിയ പാത്രത്തിൻ്റെ അടുത്ത പരിപാടിയല്ലേ ഒരല്പം നേരം 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഈ മീൻ കറിക്ക് അല്പം കടുക് വറുത്തൊഴിക്കാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ചീനിച്ചട്ടിയല്ല, പാൻ. ഇത്ര മതിയാണ്. നമുക്ക് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. ചൂടായോ? പിന്നെ അത് നന്നായിട്ട് പൊട്ടിച്ച് കൊടുത്ത് ഈ വറുത്ത് വെക്കട്ടെ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി 2 പച്ചമുളകും. ഇനി ചൂട് കൂട്ടി കൊടുക്കണം. ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് കൂട്ടി കൊടുക്കുക. ഇതിനോടൊപ്പം ഇതൊന്ന് തുറന്ന് നോക്കാം. ചൂടോടെ ചോറ് തിന്ന അത് പോയിട്ട് നീ ഓണാക്കുന്നുണ്ടോ? ഓണാക്കിക്കോട്ടോ. ഓണാക്കിക്കോ. എല്ലാം കിട്ടി പറയണൊക്കെ. ഇച്ചിരി ഒന്ന് കരിവുവാണ്. ഒന്ന് കരിഞ്ഞ് വന്നാലേ ഈ മുളക് കരിഞ്ഞതല്ല കേട്ടോ. ഈ മുളക് ഇങ്ങനത്തെ ഇതിൻ്റെ കളർ, ഈ പച്ചമുളകിൻ്റെ കളർ ഇതാണ്, കറുത്ത കളർ. ഭയങ്കര എരിവുമാണ്. അതുകൊണ്ട് കുറച്ച് മുളക് ഇട്ടേക്കുന്നത്. നല്ല എരിവുള്ള മുളക്. അപ്പോൾ ഇത് മതി. തീ ഓഫ് ചെയ്തു. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മെയിൻ പരിപാടി ഇത്രേ ഉള്ളൂ. തെരണ്ടി മീനും തക്കാളിയും മാങ്ങയും കൂടെ ചാറ് വെച്ചതിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ. ഫൈനലായേ. ഇങ്ങനെ ഇച്ചിരി ചാറ് ഉണ്ടോ ഇതിനകത്തേക്ക് കുരു ഇല്ല. നല്ല കുറുങ്ങനുള്ള ചാറാട്ടോ. അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിക്കാനുള്ള പൈനത്തിനെത്തി. ഇനി കിഴങ്ങ് എടുത്തോട്ടേക്കണ്ട. നല്ല മസാലയിലൊക്കെ മണം മതിയുണ്ട്. കിഴങ്ങിനൊരു പ്രത്യേക രുചിയുണ്ട്. കാണിച്ചുണ്ടോ? നല്ല രുചിയുള്ള കറി കേട്ടോ. വെള്ളം ചേർക്കാതെ ഉള്ള എണ്ണയ്ക്കകത്ത് തന്നെ വഴറ്റിയെടുക്കുക. ഉപ്പും മസാലപ്പൊടികളും എണ്ണയും ചേർത്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്തേ. കഴിക്കാറായതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു കറികളും ഇത്രേ ഉള്ളൂ കേട്ടോ. പക്ക നാടൻ കറികളാണ്.
ഉണ്ടാക്കിയത്. ഉണക്കമീനും തക്കാളി, കിഴങ്ങും ബീൻസും സവാളയും. അങ്ങനെ ഇന്നത്തെ ഈ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് തീർന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തും കമൻ്റ് എഴുതി സബ്സ്ക്രൈബ് ചെയ്തു ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തുകൊണ്ട് ഫുൾ സപ്പോർട്ട് തരണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണുന്നത് വരെ ബൈ.